നമസ്കാരം. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെയാണ് മലയാള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ താര സംഘടനയായിട്ടുള്ള അമ്മയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിരുന്ന മോഹൻലാൽ അടക്കമുള്ള ആളുകൾ മുഴുവൻ പേരും രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ ഇന്ന് പുതുതായിട്ട് മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നടന്മാർ പ്രധാനമായിട്ട് പറഞ്ഞത് മലയാള സിനിമാ രംഗത്ത് ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഈ പവർ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലാണ് ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമാ രംഗം മുന്നോട്ട് പോകുന്നതെന്നും നിരവധി നടന്മാരുടെ അഭിനയം അല്ലെങ്കിൽ അവർക്ക് അഭിനയിക്കാനുള്ള അവസരം നിഷേധിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചെന്നും നടിമാർക്കെതിരെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട പ്രതികളെ അടക്കം സംരക്ഷിക്കുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഈ പറയുന്ന പവർ ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ്. ഇതിൽ വളരെ വിചിത്രപരമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഈ പവർ ഗ്രൂപ്പിന്റെ ഹെഡ് എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു തലവൻ എന്നുള്ള രീതിയിലേക്ക് ദിലീപാണ് ഇതിനെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്, വാർത്തകളാണ് ഇതിപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അപ്പോൾ ഏതെല്ലാം തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ദിലീപിനെ വീണ്ടും ഫോക്കസ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾക്ക് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിലീപിനെതിരെ എന്ത് തെളിവുകളാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ദിലീപ് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നോക്കുമ്പോൾ നടിയെ ആക്രമിക്കാൻ വേണ്ടി 1.5 കോടി രൂപ ദിലീപ് ഗുണ്ടകൾക്ക് കൈമാറി എന്നുള്ള രീതിയിലേക്കുള്ള വിഷയങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ കൈമാറാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് കൊടുത്തു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണ്. ഇതിൽ പ്രധാനപ്പെട്ട രീതിയിൽ ഇതിനൊരു തെളിവുകളൊന്നും ഇപ്പോഴും പൊതുജനങ്ങൾക്ക് അറിയില്ല. കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴും വർഷങ്ങളായിട്ട് കോടതിയിൽ ഈ കേസ് നിലനിൽക്കുകയാണ്. ഇതിന്റെ അന്തിമ വിധി എന്തായിരിക്കുമെന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിൽ ദിലീപ് ഒരു ഗൂഢാലോചനയിൽ മറ്റുള്ളവരുടെ ഗൂഢാലോചനയിൽ അകപ്പെട്ടു പോയതാണോ, അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു പ്രോബ്ലം നടക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ദിലീപിന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണോ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മൊത്തത്തിലുള്ള ഒരു ചർച്ചയായിട്ട് വന്നിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ദിലീപ് തന്നെയാണ് ഈ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ 2017 വരെ നിയന്ത്രിച്ചതെന്നും ഈ നിയന്ത്രിക്കുന്ന സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഇടയിൽ ചില സിനിമാ താരങ്ങൾ, ഒന്ന് ഈ പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ രേഖാമൂലം പരാതി നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവരുടെ എല്ലാം അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിന്റെ ഒരുപാട് വിഷയങ്ങൾ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അന്നത്തെ ഇടവേള ബാബുവിന് നൽകിയിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ആ സമയത്ത് ഇടവേള ബാബു ആയിരുന്നു എന്റെ ജനറൽ സെക്രട്ടറി. അപ്പൊ ഇതിലൊന്നും കാര്യമായിട്ടുള്ള നടപടിയോ ഒരു പ്രതികരണമോ ഒന്നും ഇല്ലാതെ അങ്ങനെ ഒരു കുറെ സംഭവങ്ങളായിട്ട് ആ രീതി തന്നെയാണ് ഇന്നും മലയാള സിനിമയിൽ നിലനിൽക്കുന്നത്. അപ്പോ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു താരമായിട്ട് ദിലീപ് മാറുകയാണ്. എവിടെയും അദ്ദേഹം ആർക്കെതിരെയും വലിയ രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ ഈ ദിലീപ് എന്ന് പറയുന്ന ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ വളരെ അധികം വർഷങ്ങളായിട്ട് മലയാളത്തിലെ ഒരു പ്രമുഖ നടനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഗൂഢാലോചന നടത്തുന്ന ഒരു സംഭവമാണോ എന്നൊന്നും നമ്മൾക്ക് ആർക്കും ഇന്ന് നിർവചിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിഷയങ്ങളാണ് ദിനം പ്രതി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചാനലുകളെല്ലാം ഇതിനെ വലിയൊരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഇതൊരു ആഹാരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു തീറ്റയാണ് എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് പറയുന്നത്. മാന്യന്മാരായിട്ടുള്ള നായകന്മാരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കലാപരിപാടികളാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇപ്പോൾ ദിലീപിനെതിരെ പ്രത്യേകിച്ച് ലൈംഗിക ആരോപണങ്ങളൊന്നും ഇപ്പോൾ വരാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെയും കൂടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടാണോ ഇതെന്ന് പോലും നമ്മൾക്ക് സംശയിക്കേണ്ടി വരും. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് സ്ത്രീകൾക്ക് നേരെ സെക്ഷലി നടന്നിരിക്കുന്ന കുറെ കുറ്റകൃത്യങ്ങളുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരണം, ഇതിൽ പ്രധാനികളായിട്ടുള്ള ആളുകളെ നമ്മുടെ നിയമത്തിന്റെ മുന്നിലേക്ക് എത്തിക്കണം എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വരുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം മറ്റൊരു കാര്യം, പവർ ഗ്രൂപ്പിന്റെ തലവൻ, പവർ ഗ്രൂപ്പിനെ നയിച്ചത് ദിലീപാണെന്നും വർഷങ്ങളായിട്ട് തന്നെ മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ വരുന്നുണ്ടെങ്കിൽ ആ സിനിമ ഏത് ദിവസം റിലീസ് ആവണം എന്നടക്കം
തീരുമാനിക്കുന്നതും. അതോടൊപ്പം ഒരു പുതിയ സിനിമയിൽ പുതിയൊരു നായിക വരുന്നുണ്ടെങ്കിൽ അവർ വേണോ വേണ്ടയോ, അതോടൊപ്പം തന്നെ പുതിയൊരു നായിക കഥാപാത്രമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ടെങ്കിൽ അവൻ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു പവറിലേക്ക് ദിലീപ് മാറിയിരുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് ഇപ്പോ പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ഒരു ആരോപണം തന്നെയാണ്, തെളിവുകളൊന്നുമില്ല. പല സ്ത്രീകളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോലീസിന്റെ മുന്നിൽ മൊഴി കൊടുക്കും എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോ ഇതിൽ പല നായകന്മാർക്കെതിരെയും ലൈംഗിക അതിക്രമത്തിന് ഇപ്പോൾ പല പോലീസ് സ്റ്റേഷനുകളും കേസുകൾ എടുത്തിട്ടുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫയൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ തഴയപ്പെട്ടാലോ അല്ലെങ്കിൽ ഇതൊക്കെ പൂർണ്ണമായിട്ട് പച്ചക്കള്ളമാണ് എന്ന് ഉള്ളൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ ഇത്രയും ദിവസം നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് അങ്ങനെ ഒരു ഭാവമാറ്റത്തോടു കൂടി നടക്കുന്ന പല വിഷയങ്ങളും ഈ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഘട്ടം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങൾ മാപ്പ് പറയാൻ തയ്യാറാകുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കുമെന്ന് മാത്രമേ നമ്മൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും എല്ലാ സ്ത്രീകളെയും പരിശുദ്ധരാക്കുക എന്നുള്ള നിലപാട് ഒരു കാരണവശാലും എടുക്കുന്ന ഒരു സംവിധാനത്തോട് നമ്മൾക്കാർക്കും യോജിപ്പില്ല. എല്ലാ സ്ത്രീകളും പരിശുദ്ധരാണെന്നുള്ള മാനസികാവസ്ഥയുമില്ല. പരാതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വിഷയങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള സ്ത്രീകൾ മുഴുവനും ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുള്ള ആളുകളാണ് എന്നും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഇന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഒരുപാട് ആളുകൾ മാനസികമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അതിൽ പാർവതി തിരുവോത്തിനെ പോലുള്ള ആളുകൾ വലിയ ഒരു കാലഘട്ടമൊക്കെയാണ് സിനിമകളില്ലാതെ മാറി നിൽക്കേണ്ടി വരുന്നത്. പൂർണ്ണമായിട്ടും വലിയ രീതിയിൽ കത്തി നിൽക്കുന്ന സമയത്ത് പോലും തഴയപ്പെട്ട ഒരു നായികയായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ ഇതുപോലെയുള്ള കുറെ ആളുകൾ അവരുടെ പ്രവർത്തന സംവിധാനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നിരന്തരമായിട്ട് ഏതെങ്കിലും ഒരു പവർ ടൂൾ വെച്ചുകൊണ്ട് ഒരാളുടെ അവസരം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത മാർഗം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു തെറ്റാണെന്നുള്ളതിലും തർക്കമില്ല. അപ്പോ സത്യം തെളിയുക എന്നുള്ളതിന് വേണ്ടി സമയം എടുക്കും. അത് ഒരിക്കലും മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും ഇതാണ് ശരി എന്നുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം മലയാള സിനിമയിലെ പ്രമുഖ നടന്മാർ തന്നെയാണ്. ഈ പ്രമുഖ നടന്മാരെ തകർത്തെറിഞ്ഞുകൊണ്ട് ഇവിടെ മറ്റുള്ള ആളുകൾക്ക് അമ്മ പോലെയുള്ള സംഘടനയുടെ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കാനും അതുവഴി മലയാള സിനിമ ഇൻഡസ്ട്രിയെ അവർക്ക് നിയന്ത്രിക്കാൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണോ എന്നുള്ള ഒരു സംഭവം നമ്മുടെ മുന്നിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിലും തർക്കമില്ല. അപ്പൊ നിരന്തരമായിട്ട് നമ്മുടെ ഈ ഒരു സിനിമാ മേഖലയെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ ഒരിക്കലും ശുഭകരമല്ല. നിരന്തരമായിട്ട് സ്ത്രീകളുടെ ആരോപണങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ നിരവധി നായകന്മാർ പല രീതിയിലുള്ള വിഷയങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളുടെ തൊഴിലവസരങ്ങൾ നിഷേധിപ്പിക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങൾ എടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ മാത്രമാണെന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കും. കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തിയതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ പോലീസിന് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് വിശ്വസിക്കുന്നത്. വിപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.